എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പിനാറ്റ കേക്കാണ്. ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു കേക്കിനുള്ളിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു പിനാറ്റ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ആണ് നമ്മൾ എടുക്കണമെന്നില്ല, ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ നമുക്ക് എടുക്കാവുന്നതാണ്. വേറൊരു കളറിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാമിന്റെ 2 പാക്കറ്റ് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ആ ഒരു വെള്ളം നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. വെള്ളം ചൂടായി വന്നതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇതുപോലെ ഞാൻ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ബൗൾ നമുക്ക് ഒരു പാത്രത്തിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ആ ഒരു കട്ടകളൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് കിട്ടണം. ഇതുപോലെ നമ്മൾ ഗ്ലാസ് ടൈപ്പ് പാത്രമാണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടൊക്കെ തട്ടിയാലും കുഴപ്പമില്ലാത്ത പാത്രങ്ങൾ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. തീരെ നൈസായിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങളൊന്നും നമ്മൾ എടുക്കരുത്. സ്റ്റീലിന്റെ പാത്രം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നല്ല പോലെ തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ഈ ഒരു ചോക്ലേറ്റ് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ 3D ടൈപ്പ് ഹെയർ ഷേപ്പിലുള്ള ഈ ഒരു മോൾഡാണ് കേട്ടോ. ഈ ഒരു മോൾഡ് നമുക്ക് കേക്ക് ഷോപ്പിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഞാനും ഇത് ഓൺലൈനിലാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് ചെറിയൊരു പിങ്ക് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 ഡ്രോപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചോക്ലേറ്റിന്റെ പകുതിയോളം നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സൈഡ് പോലും വിടാതെ എല്ലാ സൈഡിലും ആ ഒരു ചോക്ലേറ്റ് എത്തുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡിലും നമുക്കൊന്ന് ആക്കി കൊടുക്കാവുന്നതാണ്. സൈഡിലായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ആക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്താണ് കേട്ടോ. നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മോൾഡിൽ നിന്ന് ഇളക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അതങ്ങ് പൊട്ടിപ്പോകുന്നതാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് ആ ഒരു ബാക്കിയുള്ള ചോക്ലേറ്റും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴും എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഒരു ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ തവണയും നമ്മൾ ഇതുപോലെ ആ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നല്ല പോലെ തന്നെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുക. വീണ്ടും ഇത് നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ എടുത്ത് വെക്കാം കേട്ടോ. അതൊരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് റെഡിയാക്കുന്നത് ബിസ്ക്കറ്റ് കേക്കാണ് റെഡിയാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു ബിസ്ക്കറ്റ് കേക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു മോൾഡിനനുസരിച്ച് ചെറിയൊരു കുഞ്ഞൊരു വാനില കേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചോക്ലേറ്റ് കേക്കോ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗുഡ് ഡേയുടെ ചോക്കോ ചിപ്സിന്റെ ബിസ്ക്കറ്റ് ആണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 26 ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 26 ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടകളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കട്ടകൾ നമ്മൾ കൈവച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും കാണാൻ പാടില്ല. എന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ്. ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. ബേക്കിംഗ് പൗഡർ ഇതുപോലെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ചോക്കോ ചിപ്സിന്റെ ആയതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റിന് അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ 2-3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അളവിൽ പാൽ ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ സ്പീഡിലൊന്നും അങ്ങ് മിക്സ് ചെയ്യണ്ട, പതിയെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അരക്കപ്പ് അളവിൽ പാൽ ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ ഇതിലേക്ക് അരക്കപ്പും 1 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു മോൾഡിന് അനുസരിച്ച് വേണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാത്രത്തിൽ ഞാനൊരു ചെറിയൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഒരു മൂടി വെച്ചതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ മൂടിയിൽ ചെറിയ ഹോളുള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആവി ഒട്ടും തന്നെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാത്രം ഡയറക്റ്റ് അല്ല അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതൊരു 5 മിനിറ്റ് നമ്മൾ തീയൊന്ന് കുറച്ചിട്ടതിന് ശേഷം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിന് മുകളിലാണ് നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 30-35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ എനിക്കിവിടെ ഒരു 35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ഉൾവശം നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തന്നെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്ക് വെളിയിലേക്ക് എടുക്കാം കേട്ടോ. നല്ലപോലെ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് വേണം ഈ ഒരു കേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അതങ്ങ് പൊടിഞ്ഞു പോകുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാരപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രീം ഇവിടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്വല്പം മാത്രം ഒരു റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്കിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇഷ്ടമുള്ള നോസിൽസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മിഠായി ഒക്കെ വേണമെങ്കിൽ മിഠായി വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ജെംസ് മിഠായി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ചെറിയ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ റിംഗ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ജ്വല്ലറി ബോക്സോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഷുഗർ സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെതറിട്ട് കൊടുക്കാവുന്നതാണ്. ഇതാ ഒരു കോയിൻ മുട്ടായിയാണ്, അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. മുട്ടായിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ലെയർ നമ്മൾ ഒരു ചോക്ലേറ്റ് ആക്കിയതിന് ശേഷം നമ്മളിത് ഫ്രീസറിലേക്ക് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോൾഡിൽ നിന്ന് ഇതങ്ങ് പതിയെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു മോൾഡിന് അനുസരിച്ച് ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു കേക്ക് കുറച്ചൊന്ന് വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു സൈഡ് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറിയ കേക്കായിട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ ഹെയർ ഷേപ്പിലുള്ള കേക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ആ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് ഹെയർ ഷേപ്പിലുള്ള ഷുഗർ സ്പ്രിങ്കിൾസ് ആണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചുറ്റിക വെച്ചിട്ടൊന്ന് പൊട്ടിച്ചാൽ മാത്രം മതി. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മരത്തിൻ്റെയൊക്കെ ഹാമർ നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ബർത്ത്ഡേക്കോ ആനിവേഴ്സറികൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റൊന്നും വെച്ചില്ലെന്നേ ഉള്ളൂ. ഞാനും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിനാട്ട കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ
കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.